ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. ഇന്ന് നമ്മൾ വീണ്ടും നറൂട്ടോ കുട്ടപ്പന്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് വളരെയധികം ട്വിസ്റ്റോട് കൂടെയാണ് എൻഡ് ചെയ്തത്. സോ നിങ്ങളെ പോലെ തന്നെ അടുത്ത എപ്പിസോഡിന് ഞാനും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോ ഓവർ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നതല്ല. എപ്പിസോഡിന്റെ തുടക്കത്തില് പെരിയ വില്ലനെ കണ്ടിട്ട് അവനോട് കലിപ്പടിച്ച സബൂസ ആവട്ടെ എന്നോട് ഒരല്പം പോലും വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ നീ ഇപ്പോ ഇവിടേക്ക് വന്നതെന്ന് വില്ലന്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കും. വില്ലന് മനസ്സിലാവും ഇനി സബൂസയെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന്. ആക്ച്വലി ഈ ഒരു മിഷൻ സബൂസയെ ഏൽപ്പിക്കാനുള്ള യഥാർത്ഥ കാരണം സബൂസ ഒരു റോക്ക് നിഞ്ചയാണ്. അവന് മറ്റുള്ള നിഞ്ചയെ കഴിഞ്ഞും കൂടുതൽ പവറും അതുപോലെ തന്നെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് കൃത്യമായിട്ടും നമ്മുടെ മെയിൻ വില്ലൻ അറിയാം. പക്ഷെ സബൂസയെ കൊണ്ട് ഇനി ഒരു ഉപകാരം ഇല്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള നിഞ്ചാസുമായിട്ട് വന്ന് സബൂസ അടക്കം എല്ലാവരെയും കൊന്നുകളയാനായിട്ട് നമ്മുടെ കൊട്ടടക്ക വില്ലൻ വലിയൊരു തീരുമാനം എടുത്തത്. സംഭവം എല്ലാം തലകീടായി മറിഞ്ഞൊന്ന് മനസ്സിലാക്കിയ സബൂസ ആവട്ടെ, കാക്കാഷി ഇപ്പൊ മുതല് ഈ നിമിഷം മുതല് ഞാൻ നിന്റെ ശത്രുവല്ല. ടാസുനെ കൊല്ലാനാണ് ഞാൻ വന്നതെങ്കിൽ ഇനി മുതല് ടാസുനയുടെ ജീവൻ രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് സബൂസ പറയും. അല്ലെങ്കിൽ നാനാ വഴിക്കുന്ന് സബൂസേനെ തല്ലിക്കൊല്ലുമെന്ന് അവന് നല്ലതുപോലെ അറിയാം. മെയിൻ വില്ലൻ ഗാട്ടു ആവട്ടെ പതിയെ നടന്നു വന്ന് മരിച്ചു കിടക്കുന്ന ഹക്കുവിന്റെ മുഖത്ത് ചവിട്ടിയിട്ട്, അന്ന് നീ വലിയ ആളായിട്ട് എന്റെ കൈ തിരിച്ചൊടിച്ചിരുന്നില്ലേ, ഇപ്പൊ നിനക്ക് എന്തു പറ്റി, ചത്തുപോയോന്ന് ചോദിച്ച് അവന്റെ മുഖത്ത് ചവിട്ടി അരയ്ക്കുമ്പോ സബൂസയ്ക്ക് ആ പഴയ കാര്യം ഓർമ്മ വരും. ഇവന്റെ ഈ കാട്ടിക്കൂട്ടില് വെറുതെ കൈയും കെട്ടി സബൂസയും കാക്കാഷിയും നോക്കി നിൽക്കുമ്പോ ഒരാൾക്ക് മാത്രം അതങ്ങനെ നോക്കി നിൽക്കാനാവില്ല. നറൂട്ടോ കുട്ടപ്പൻ, അവന് കലിപ്പടിച്ച് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവരുടെ കൈകൊണ്ടായിരിക്കില്ല, എന്റെ കൈകൊണ്ടായിരിക്കും നീ ചാവാൻ പോകാന്ന് പറഞ്ഞ് നമ്മുടെ ഗാട്ടുവിനെ തല്ലിക്കൊല്ലാൻ പോകുന്ന നറൂട്ടോനെ കാക്കാഷി പിടിച്ചു വെക്കും. നിനക്ക് ബുദ്ധിയില്ലേ, കണ്ണിച്ചോരില്ലേ? ഹക്കു അവൻ നിന്റെ ആളല്ലായിരുന്നോ? അവനെ ഇപ്രകാരം ചെയ്യുന്നത് കണ്ടിട്ട് നിനക്ക് നോക്കി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു സബൂസ എന്ന് നറൂട്ടോ അവന്റെ അടുത്ത് ചോദിക്കും. ഗാട്ടു സിമ്പിളായിട്ട് സബൂസ യൂസ് ചെയ്തു, സബൂസ ഹക്വ യൂസ് ചെയ്തു. ഷിനോബീസ് അവർ വെറും ടൂളുകളാണ്, വണ്ടി റിപ്പയർ ചെയ്യുന്ന ജാക്കിയും സ്പാനറും പോലെ. ഹക്കു അവൻ വെറും ഒരു ടൂളായിരുന്നു, അതുകൊണ്ട് എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല എന്ന് സബൂസ വീണ്ടും പറയുമ്പോ നറൂട്ടോ ആവട്ടെ ഫ്ലാഷ് ബാക്കില് ഹക്കു പറഞ്ഞ ചില കാര്യങ്ങള് അവന് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കും. അവൻ ഒരാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പോലും അവൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഹക്കു നിന്നെ അത്രയധികം സ്നേഹിച്ചിട്ടും ഒരല്പം പോലും സെന്റിമെന്റ്സ് നിനക്ക് അവനോടില്ലേ എന്ന് വീണ്ടും നമ്മുടെ നറൂട്ടോ ചോദിക്കുമ്പോ ഒരു കുലുക്കമില്ലാതെ ആ കാര്യം മുഴുവൻ നിന്ന് കേൾക്കുകയാണ് സബൂസ. പക്ഷെ നീ ഹക്കുവിനെ വെറും ഒരു ടൂളായിട്ട് മാത്രമാണ് കണ്ടതെന്ന് പറഞ്ഞ് നറൂട്ടോ ഏങ്ങലടിച്ച് കരയുമ്പോഴാണ് ക്ലോസ് ഷോട്ടില് നമ്മുടെ സബൂസയെ കാണിക്കുക. പതിയെ പതിയെ അവന്റെ കണ്ണും നിറഞ്ഞൊഴുകുമ്പോഴാണ് അവന്റെ ഫീലിങ്സ് എന്താണെന്ന് അവന് തിരിച്ചറിയാൻ സാധിക്കുക. എന്റെ ഫീൽ എന്താണ്, എന്റെ വിഷമം എന്താണ്, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരേ ഒരാളാണ് ഹക്കു. എനിക്ക് വേണ്ടി പോരാടി എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവൻ അവന്റെ ജീവൻ പോലും കളഞ്ഞു. നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയതില് എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സബൂസ ആവട്ടെ അവന്റെ മുഖത്തുണ്ടായിരുന്ന മാസ്ക് ഒക്കെ വലിച്ചു കീറി ദൂരെ കളയും. നീ പറഞ്ഞതൊക്കെ ശരിയാണ് കുട്ടപ്പ, പക്ഷെ എനിക്ക് എന്നെ തിരിച്ചറിയാനായി കഴിഞ്ഞില്ല, എനിക്കൊരു കത്തി തരുമോ എന്ന് സബൂസ ചോദിക്കുമ്പോ നറൂട്ടോ ആവട്ടെ കൂളായിട്ട് ഒരു കത്തി അവന് എറിഞ്ഞു കൊടുക്കും. ഹക്കുവിന്റെ പഴയ ഓർമ്മകളെല്ലാം ഒരു നിമിഷം മനസ്സിലാലോചിച്ച് സബൂസ ആവട്ടെ നിന്റെ അവസാനമാടാ ഇന്നെന്ന് പറഞ്ഞ് കത്തി വീശിയെടുക്കുമ്പോ പാവം കാട്ടുമുത്തപ്പനാവട്ടെ തന്റെ ചീട്ട് ഇപ്പൊ കീറുന്നു കരുതി പേടിച്ച് പുറകോട്ട് നിൽക്കും. എന്ന് അലറിക്കൊണ്ട് കത്തിയുമായിട്ട് നമ്മുടെ കാട്ടു വല്യപ്പന്റെ അടുത്ത് വരുമ്പോ പേടിച്ചു ചുരുണ്ട വല്യപ്പനാവട്ടെ പെട്ടെന്ന് ആ നിഞ്ചകളുടെ ഇടയിൽ ചെന്നിട്ട് എന്നെ രക്ഷിക്കുക, അവൻ എന്നെ കൊല്ലാൻ വരികയാണെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ കൂടെ പുറത്തേക്ക് ഓടും. ദേഷ്യവും കലിയും മൂത്ത് കണ്ണ് കാണാതായ സബൂസ ആവട്ടെ അവന്റെ വായിലുള്ള ആ ഒരു ചെറിയ നിഞ്ചാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് കൂടി നിന്ന എല്ലാ നിഞ്ചകളുടെയും പണി തീർക്കും. സബൂസയുടെ കൈ ഓക്കെ ആയിരുന്നെങ്കിൽ ഒരൊറ്റ വെട്ടിന് 12 എണ്ണങ്ങളുടെയും തല അവൻ തെറിപ്പിച്ചു കളഞ്ഞേനെ. ഹാവ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ഗാട്ടു വല്യപ്പനാവട്ടെ മാറി നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. പേടിച്ച് പതിയെ തിരിഞ്ഞു നോക്കുമ്പോ ദാണ്ട് വരുന്നു മതവളങ്ങിയ ആനയെ പോലെ നമ്മുടെ സബൂസ ഓടി അടുക്കാണ് ഗാട്ടു വല്യപ്പന്റെ അടുത്തേക്ക്. കത്തി ഊരി അറഞ്ചം പൊറഞ്ചൻ വല്യപ്പനെ കുത്തുവെങ്കിലും ഒരുപാട് കത്തികള് അതേ സമയത്ത് വന്ന് പാവം നമ്മുടെ സബൂസയുടെ പുറകില് കുത്തി ഇറങ്ങും. നിന്നെ കൊണ്ട് എന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല സബൂസ, നിന്നെയും ഹക്കുവിനെ വിട്ട അതേ സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞയക്കുന്നു പറയുമ്പോ സബൂസ ആവട്ടെ
നിന്നെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് തിരിച്ച് മൂത്ത വില്ലൻ കാർന്നോരുടെ അടുത്ത് പറയും. സബൂസ വീണ്ടും പറയും, ഒരിക്കലും ഹക്കുവിനെ വിട്ടെടുത്തേക്ക് എനിക്കോ നിനക്കോ പോകാനാവില്ല. അവൻ സ്വർഗത്തിലെത്തും. എന്റെയും നിന്റെയും കയ്യിലിരിപ്പിന് നമ്മൾ രണ്ടുപേരും നരകത്തിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞ് സാബൂസയുടെ വേട്ടമൃഗത്തിൻ്റെത് പോലുള്ള മുഖം ഇപ്പൊ ക്ലോസപ്പിൽ കാണിക്കും. എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ഞാനൊരു നന്മ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ഗാട്ടുവിന്റെ നെഞ്ചത്ത് നോക്കി അറിഞ്ഞം പൊറഞ്ഞം വെട്ടി അവനെ ആ പാലത്തിൽ നിന്ന് താഴേക്ക് സബൂസ തള്ളിയിടും. സാബൂസയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ട് കുട്ടപ്പൻ നറൂട്ടോയും കൂട്ടരും മാത്രമല്ല അവിടെ കൂടി നിന്ന നിഞ്ചാസ് പോലും വിറച്ചു പോവും. പതിയെ തിരികെ നടന്നു വരുമ്പോ അവന്റെ മനസ്സിലിപ്പോ ഹക്കുവിന്റെ മുഖം മാത്രമാണ് കാണാൻ സാധിക്കുക. ഒട്ടും വയ്യാതെ ക്ഷീണിച്ച് അവൻ നിലത്ത് വീഴുമ്പോ ഇവിടെ ഞാൻ മരിച്ചോ, എന്നെ കൊന്നോ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സാസുക ആവട്ടെ ഏങ്ങലടിച്ച് കരയും. യഥാർത്ഥത്തില് നമ്മുടെ സാസുക കുട്ടനും മരിച്ചിട്ടില്ല. ഈ കാര്യം കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷാവുന്നത് സാസുകയ്ക്കല്ല, മറിച്ച് സാക്കുറയ്ക്കാണ്. ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് കുത്തിയിരുന്ന് നറൂട്ടോ കുട്ടപ്പൻ അവനെന്തെങ്കിലും പറ്റിയോന്ന് സാക്കുറയോട് ചോദിക്കുമ്പോ ഇല്ല, അവൻ നല്ല പയറുമണി പോലെ നിപ്പുണ്ട്, എവിടെ ആ ഒരു മാസ്ക് ഇട്ട ചെറുക്കന്ന് ചോദിക്കുമ്പോ അവൻ മരിച്ചു പോയെന്ന് സാക്കുറ മറുപടി പറയും. മരിച്ചുപോയോ? നറൂട്ടോ അവനെ കൊന്നോന്ന് അതിശയത്തോടു കൂടെ സാസുക ചോദിക്കുമ്പോ നറൂട്ടോ അവനെ കൊന്നതല്ല, സാബുസയെ രക്ഷിക്കാനായിട്ട് അവനവന്റെ ജീവൻ ബലി കഴിച്ചതാണെന്ന് സാക്കുറ മറുപടി പറയും. ചാടി എഴുന്നേറ്റ് സാക്കുറ ആവട്ടെ സാസുകയുടെ കൈ ഉയർത്തിപ്പിടിച്ച് നറൂട്ടോ അവനൊന്നും പറ്റിയിട്ടില്ല, സാസുക ഓക്കെ ആണെന്ന് പറയും. ഇത് കണ്ട സന്തോഷത്തില് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനും പുഞ്ചിരിക്കുമ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരിക. സാബുസയെ രക്ഷപ്പെടുത്താനാണ് ഹക്കു അവന്റെ ജീവൻ ബലി കഴിച്ചത്. എന്നാല് ആരെ രക്ഷിക്കാനാണ് സാസുക അവന്റെ ജീവൻ കളയാൻ തയ്യാറായത്? മറ്റാരുമല്ല, എന്നെ തന്നെ. അതോർക്കുമ്പോ നമ്മുടെ കുട്ടപ്പന്റെ മനസ്സ് വീണ്ടും സന്തോഷം കൊണ്ട് നിറയും. ഈ കാഴ്ച കണ്ട് കാക്കാഷിക്കും അതുപോലെ തന്നെ സബൂസയ്ക്കും ഒരുപാട് സന്തോഷാവും. പക്ഷെ എന്താ, ഈ കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടാവാത്ത ചിലരുണ്ട്. നമ്മുടെ കൊട്ടടക്ക വില്ലൻ കൊണ്ടുവന്ന ഒരുപാട് നിഞ്ചാസ് ഞങ്ങൾക്ക് പൈസ തരാനുള്ളവനെ നിങ്ങൾ തല്ലിക്കൊന്നു. ഇനി ഞങ്ങളുടെ കാര്യം അതാര് നോക്കും? ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം അതിന് എവിടുന്ന് കിട്ടുന്നു ചോദിക്കുമ്പോ നടുവിൽ ഒരുത്തിന് എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്താം. അതിനുവേണ്ടി ഇവരെയും ഈ ഗ്രാമത്തെയും നമുക്ക് നശിപ്പിക്കാന്ന് പറയുമ്പോ പാവം നമ്മുടെ കാക്കാക്ഷി അക്ഷരാർത്ഥത്തിൽ ഷോക്കാവും. ഓൾറെഡി വലിയൊരു ഫൈറ്റിന് വേണ്ടിയിട്ട് ചക്രാസും നിഞ്ചാസും ഒക്കെ യൂസ് ചെയ്ത് ആള് ടയേർഡാണ്. ഇനി ഇവരെ കൂടെ എതിർക്കാനുള്ള പവർ തനിക്കുണ്ടോ എന്നറിയാതെ മുട്ടുകുത്തി ഇരുന്ന് പോവാണ് പാവം നമ്മുടെ കാക്കാഷി. അവരിവർക്ക് നേരെ പാഞ്ഞടുക്കുമ്പോ മാസായിട്ട് നടുക്ക് വലിയൊരു അമ്പ് വന്ന് തറച്ചു നിൽക്കും. ഇതാരടപ്പനെ അമ്പ ഇത് കളിക്കുന്നറിയാതെ തിരിഞ്ഞു നോക്കുമ്പോ അത് മറ്റാരുമല്ല, നമ്മുടെ പൊടിക്കുപ്പി ഹിനാരിയാണ്. ഹിനാരി ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാ ഒറ്റയ്ക്കല്ല, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതല്ലേ, ആള് വീട് വിട്ടിറങ്ങുമ്പോ ഒരുപാട് പേര് അവന്റെ മുമ്പിൽ ഒത്തുകൂടിയത്. നിങ്ങൾ ഒറ്റ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല, ഞങ്ങളുടെ ഗ്രാമം നശിപ്പിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഹിനാരി പയ്യൻ ചീറി നിൽക്കുമ്പോ നമ്മുടെ നറൂട്ടോ കുട്ടപ്പന് അത് കണ്ട് ഒരുപാട് സന്തോഷം തോന്നും. ടാസുന അമ്മാവനോ അഭിമാനവും തോന്നും. നറൂട്ടോ കുട്ടപ്പന്റെ ശിഷ്യനായതുകൊണ്ട് തന്നെ ഹിനാരിയും അവനെ പോലെ നല്ല തള്ളു തള്ളാൻ തുടങ്ങും. സിംഗിളാത്താ വെറുവെന്ന് പറയുമ്പോ നറൂട്ടോ ആവട്ടെ ക്ലൗൺ ജിപ്സ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഈ കാഴ്ചയും പടയൊരുക്കൊക്കെ കണ്ട് നമ്മുടെ നിഞ്ച വില്ലന്മാരാവട്ടെ പേടിച്ചു ചുരുണ്ട് ബാക്കോട്ട് നിൽക്കും. ആഹാ, കൊള്ളാലോ കളി, ഇവര് പേടിച്ചു പോയോ? എന്നാ ഇപ്പൊ ഞാനും കാണിച്ചു തരാന്ന് പറഞ്ഞ് കാക്കാഷി ആവട്ടെ ഷാഡോ ക്ലൗൺ യൂസ് ചെയ്യും. 1,900 കാക്കാഷിമാരോടെ കാണുമ്പോ നമ്മുടെ നിഞ്ച വില്ലന്മാരുടെ വയറ് നിറയും. അപ്പൊ എങ്ങനെയാ, ഒരു കൈ നോക്കിയാലോ എന്ന് കാക്കാഷി ചോദിക്കുമ്പോ ഓടിക്കോടാ എന്നും പറഞ്ഞ് ആ നിഞ്ചാസ് എല്ലാം തന്നെ ഓടി രക്ഷപ്പെട്ട് പാലം കടന്ന് കപ്പലിൽ അവിടുന്ന് വണ്ടി വിടും. അങ്ങനെ വലിയ വില്ലനും ചത്തു, അവരുടെ ശിങ്കടികളും ഓടി രക്ഷപ്പെട്ടു. ഗ്രാമത്തിലെ ആൾക്കാർക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് പോലും അറിയാത്ത അവസ്ഥ. ഇതിന്റെ ഇടയില് പാവം നമ്മുടെ സബൂസ ആവട്ടെ മരണത്തോട് മല്ലടിച്ച് താഴെ കിടക്കുന്ന കണ്ടിട്ട് കാക്കാഷി ആവട്ടെ അവനെ ശ്രദ്ധിക്കും. ജനങ്ങളുടെ എല്ലാവരുടെയും ആരവം കേൾക്കുമ്പോൾ സബൂസയ്ക്ക് മനസ്സിലാവും എല്ലാം കലങ്ങി തെളിഞ്ഞുവെന്ന്. അവസാനമായി മരിക്കും മുമ്പ് എനിക്കൊരാഗ്രഹം, ഹക്കുവിനെ നോക്കി കിടക്കണമെന്ന്. കാക്കാഷി സബൂസയെടുത്ത് ഹക്കുവിന്റെ അടുത്ത് കിടക്കുമ്പോ പഴയതുപോലെ ആ ഗ്രാമത്തില് മഞ്ഞ് തുള്ളി തുള്ളിയായിട്ട് വീഴാൻ തുടങ്ങും. ഹക്കുവിന്റെ മുഖത്ത് നോക്കിയിട്ട് സബൂസ കിടക്കുന്ന കാണുമ്പോ എല്ലാവർക്കും ഒരുപാട് ദുഃഖാവും. ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു പറയുമ്പോ സബൂസ പതിയെ അവിടെ ഇല്ലാതായി തീരും. മഞ്ഞുതുള്ളികൾ വീണ കണ്ട നറൂട്ടോ ആവട്ടെ ഹക്കു ജനിച്ചതും ഇതുപോലെ ഒരു മഞ്ഞ് വീഴുന്ന വില്ലേജിലാണ്.
ഇപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചിരിക്കുന്നു. ഒരു മഞ്ഞുതുള്ളി എന്ന പോലെ അത്രയധികം പാവാണ് നമ്മുടെ ഹക്കു. അവരെ രണ്ടുപേരെയും ആ വില്ലേജിൽ തന്നെ അടുത്തടുത്ത സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാർ സംസ്കരിക്കും. നറൂട്ടോ ഒരുപാട് ദേഷ്യത്തിലും ഞങ്ങൾ നിഞ്ചകൾക്കൊക്കെ ആരുടെയെങ്കിലുമൊക്കെ അടിമകളായിട്ട് ജീവിക്കാനാണോ വിധി? ഹക്കുവിനെ പോലെ പറയാൻ പാവം കാക്കാഷിക്ക് മറുപടി ഉണ്ടാവില്ല. ഒരു കണക്കിന് അങ്ങനെ തന്നെയാണെന്ന് അവൻ മറുപടി കൊടുക്കും. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ആയിരിക്കില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങള് മാത്രമേ ഞാൻ ചെയ്യൂ. ഇത് കേൾക്കുമ്പോ നമ്മുടെ കാക്കാശിക്കും അറിഞ്ഞോ അറിയാതെയോ സന്തോഷം തോന്നും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ആ ഒരു ബ്രിഡ്ജ് വളരെ സൂപ്പർ ആയിട്ട് തന്നെ അവര് കെട്ടിത്തീർക്കും. ഒറ്റപ്പെട്ട് കഷ്ടപ്പെട്ട് കിടന്ന ആ ഗ്രാമത്തിനിപ്പോ വലിയൊരു വിമോചനം കിട്ടി. അത് നേടിക്കൊടുത്ത നറൂട്ടോ കുട്ടനോടും കൂട്ടരോടും ആ ഒരു വില്ലേജും ടാസുനെയും നന്ദി പറയും. സെന്റിമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. ആഴ്ചക്കാഴ്ചക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കുമെന്ന് നറൂട്ടോ പറയുമ്പോ പാവം പൊടിക്കുപ്പി ഹിനാരി ആവട്ടെ നറൂട്ടോനെ നോക്കിയിട്ട് തേങ്ങിക്കരയും. ഇത് കാണേണ്ട താമസം നമ്മുടെ നറൂട്ടോ കുട്ടവനും അലറി കരയാൻ തുടങ്ങും. നറൂട്ടോ ആവട്ടെ ഹിനാരിയെ മാറ്റിമറിച്ചു. ഹിനാരി ആ ഒരു ഗ്രാമത്തെ തന്നെ മാറ്റിയെടുത്തു. അതും പോരാഞ്ഞ് ഗ്രാമത്തിലെ ആളുകള് ആ ഒരു ബ്രിഡ്ജിന് അടിപൊളി ഒരു പേരൂടെ കൊടുക്കും, നറൂട്ടോ ബ്രിഡ്ജ്. അങ്ങനെ മതിമറന്ന് സന്തോഷിച്ച് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുമ്പോ നമ്മുടെ നറൂട്ടോയ്ക്ക് ഒരുപാട് സന്തോഷാണ്. കാരണം ഇറുക്ക സെൻസായി അവന് നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാക്കുറ ക്യാപ്പിലാവട്ടെ സാസുക നമുക്കൊന്ന് ഡേറ്റിങ്ങിന് പോയാലും ചോദിക്കുമ്പോ നോവേ, അതിന് ചാൻസ് ഇല്ലാന്ന് അവൻ മറുപടി പറയും. ഡോണ്ട് വറി, ഞാൻ ഫ്രീ ആണ്, ഞാൻ വന്നാ മതിയോന്ന് നറൂട്ടോ ചോദിക്കുമ്പോ ദേഷ്യം കൊണ്ട് സാക്കുറ അലറിക്കരയും. എപ്പിസോഡിന്റെ ലാസ്റ്റ് സീനില് ടാസുനയോട് ഈ ഒരു ബ്രിഡ്ജിന് നറൂട്ടോ എന്ന് പേര് കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് ആളുകൾ ചോദിക്കുമ്പോ 100% കറക്റ്റ് ആണ്. നാളെ ഈ ബ്രിഡ്ജ് ലോകം മുഴുവൻ ഫേമസ് ആകുമെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.